ഹായ് ഓൾ. ഈ ബീട്രൂട്ട് ചാറ് കറി ഞാൻ സ്കൂളിലേക്കും ഓഫീസിലേക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ അവരിത് കഴിച്ചിട്ടില്ലെന്ന് മാത്രമല്ല കണ്ടിട്ടും കേട്ടിട്ടും കൂടി ഇല്ല കേട്ടോ. അതാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. ഞാൻ ചെറുപ്പത്തിൽ ബീട്രൂട്ട് ഉപ്പേരിയൊന്നും വെച്ചാൽ കഴിക്കില്ല. അപ്പോൾ എന്നെ കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് അമ്മ ഉണ്ടാക്കി തന്നിട്ടുള്ള റെസിപ്പിയാണിത്. സെയിം റീസൺ കൊണ്ട് തന്നെ ഞാൻ ഇത് മോൾക്കും ഫോളോ ചെയ്യണം. അപ്പോൾ ഒരു ബീട്രൂട്ട്, പിന്നെ തക്കാളി, ചെറിയ തക്കാളി ആയത് തന്നെ 2 എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പരിപ്പ്, പിന്നെ അതിന് അരപ്പിനാവശ്യമുള്ള തേങ്ങ. ഇത്രയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ് കേട്ടോ. ഫസ്റ്റ് നമുക്ക് ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്യാം. എത്രയും ചെറുതാക്കി ഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നോ അത്രയും നല്ലത്. കാരണം ബീട്രൂട്ട് കഴിപ്പിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഉദ്ദേശം. നമ്മുടെ കത്തി വെച്ചിട്ട് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിടുകയാണെങ്കിൽ എന്തായാലും അത് കടിക്കേണ്ടി വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഈ ബീട്രൂട്ടും നമ്മുടെ തക്കാളിയും പരിപ്പും കൂടി കുക്കറിൽ നമുക്ക് വേവിച്ചെടുക്കാം. ഞാനിവിടെ നന്നായി വേവിച്ചെടുക്കും. അപ്പോൾ 4, 5, 6 വിസിൽ വരെ ഞാൻ ചിലപ്പോൾ എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ, അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ജീരകം, ഇതാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. ഇത് 3 ചേർത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ കുക്കറിൻ്റെ വിസിലെല്ലാം നല്ലപോലെ പോയിട്ടുണ്ടാവും. ആവശ്യത്തിനുള്ള വേവായിട്ടുണ്ടാവും പരിപ്പും തക്കാളിയും ബീട്രൂട്ടും എല്ലാം. എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ മത്ത് ഉപയോഗിച്ചിട്ട് ഒന്നും കൂടി ഉടച്ചു കൊടുക്കും കേട്ടോ. നിങ്ങളിതിനെന്താ പറയാമെന്ന് എനിക്കറിയില്ല. ഞാൻ ഇത് ഉപയോഗിച്ചിട്ട് ഒന്നും കൂടി ഉടച്ചു കൊടുക്കും. പിന്നെ നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് നല്ലപോലെ തിളപ്പിക്കണം. എങ്ങനെയാണോ നിങ്ങളുടെ കൺസിസ്റ്റൻസി ചാറ് കറിക്ക് ആവശ്യം അതനുസരിച്ച് തിളപ്പിച്ച് കൊടുക്കാം. പിന്നെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ടേസ്റ്റ് നോക്കിയിട്ട് എരിവൊക്കെ പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി ഇവിടെ റെഡിയാണ്. പിന്നെ ഇതിലേക്ക് കടുകും കരിവേപ്പിലും കൂടി പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബീട്രൂട്ട് ചാറ് കറി റെഡി. തിരക്കിട്ട് ഓഫീസിൽ പോണ സമയത്തൊക്കെ പെട്ടെന്ന് വെക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. ഇതിൻ്റെ കൂടെ കുറച്ച് അച്ചാറും ഒരു പപ്പടവും ഉണ്ടെങ്കിൽ സൂപ്പർ. മോളുടെ ഫ്രണ്ട്സൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഇഷ്ടപ്പെടും.